ഒരിക്കൽ ഫോർമുല 1 ലോകത്ത് എല്ലാവരും ഭയപ്പെട്ട ബഹുമാനിച്ച ഒരു പേര് സണ്ണി ഹേസ്. ചാമ്പ്യനാവാൻ ഒരുങ്ങുന്ന നിമിഷത്തിൽ ഒരു വലിയ അപകടം. ട്രാക്കിൽ കാറ് നിയന്ത്രണം വിട്ട് മറിഞ്ഞു. ആ അപകടം സണ്ണി ഹേസിന്റെ ശരീരം, കരിയർ, ആത്മവിശ്വാസം എല്ലാം തകർത്തു. അതോടുകൂടി സണ്ണി ഹേസ് അപ്രത്യക്ഷനാകുന്നു. ഇപ്പോൾ അദ്ദേഹം ഒരു വാനിലാണ് ജീവിക്കുന്നത്. ചെറിയ ചെറിയ റേസിൽ പങ്കെടുത്ത് അതിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ പൈസ മാത്രം വാങ്ങി അവിടെ നിന്ന് അടുത്ത സ്ഥലത്തേക്ക് പോകുന്നു. അപ്പോഴാണ് സണ്ണിയുടെ കൂട്ടുകാരൻ റൂബൻ സണ്ണിയെ തന്റെ ടീമിലേക്ക് വിളിക്കാൻ വരുന്നത്. ഏപെക്സ് GP എന്ന F1 ടീം. ടീമിന്റെ പതനം കാണാനായി നിൽക്കുന്ന ബോർഡ് മെമ്പേഴ്സ്. ആ അവസ്ഥയിലാണ് സണ്ണി ഹേസിനെ ടീമിലേക്ക് കൊണ്ടുവരുന്നത്. ഏപെക്സ് GPയിലെ മറ്റൊരു ഡ്രൈവറാണ് ജോഷുവ പിയേഴ്സ്. യുവാവാണ്, കഴിവുണ്ട്, പക്ഷെ ക്ഷമയില്ല, അഹങ്കാരം, അതുപോലെ അനുഭവക്കുറവും. ആദ്യം ജോഷുവയ്ക്ക് സണ്ണി ടീമിൽ വരുന്നത് അത്ര ഇഷ്ടമായിരുന്നില്ല. ആദ്യത്തെ റേസുകൾ ഏപെക്സ് GP പരാജയപ്പെടുന്നു. കാറ് ശരിയല്ല, ടീം കോർഡിനേഷൻ ഇല്ല, ജോഷുവയും സണ്ണിയും തമ്മിലൊരു അണ്ടർസ്റ്റാൻഡിംഗ് ഇല്ല. അങ്ങനെ സണ്ണി എല്ലാം നിരീക്ഷിക്കുന്നു. ഒരു ഡ്രൈവർ മാത്രമല്ല, ടീമിനൊരു മെന്റർ കൂടി ആകുന്നുണ്ട് സണ്ണി. ടീമിലെ ടെക് ഡയറക്ടറായ കേറ്റിനോട് പുതിയൊരു ഡിസൈൻ കാറിനായി ചെയ്യാൻ സണ്ണി ആവശ്യപ്പെടുന്നുണ്ട്. ഒരു റേസെങ്കിലും ഫിനിഷ് ചെയ്താൽ അതിനെക്കുറിച്ച് ആലോചിക്കാമെന്ന് കേറ്റും പറയുന്നു. അടുത്ത റേസ് സണ്ണി ഫിനിഷ് ചെയ്യുന്നു. വാക്ക് കൊടുത്തതുപോലെ തന്നെ കേറ്റ് ഡിസൈനിങ്ങിൽ പുതിയ അപ്ഗ്രേഡ്സ് ചെയ്യുന്നുണ്ട്. പിന്നീട് അടുത്ത റേസിൽ സണ്ണിയുടെ ഓർഡർ കേൾക്കാതെ ജോഷു മുന്നോട്ട് പോകുന്നു. അങ്ങനെ ജോഷുവയുടെ കാർ ആക്സിഡന്റ് ആവുന്നു. കുറെ നാളുകൾ അവൻ ഹോസ്പിറ്റലിലാവുന്നുണ്ട്. അതിനിടയ്ക്കും സണ്ണി റേസിംഗിൽ മുന്നോട്ട് പോകുന്നു. പിന്നീട് ജോഷു മടങ്ങി വരുന്നുണ്ട്. സണ്ണി സ്കോർ ചെയ്യുന്നത് ജോഷുവയ്ക്ക് അത്ര ഇഷ്ടപ്പെട്ടിരുന്നില്ല. അടുത്ത റേസിൽ ജോഷു ചെയ്യുന്ന വലിയൊരു മിസ്റ്റേക്ക്. അവന്റെ ഈഗോ ടീമിനെ മൊത്തം ഓൾമോസ്റ്റ് ഡിസ്ട്രോയ് ചെയ്യുന്നു. സണ്ണി അവനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നു. ഇതിനിടയിൽ ഒരു അപകടമുണ്ടായി സണ്ണി ഹോസ്പിറ്റലിലാവുന്നുണ്ട്. പണ്ടത്തെ കാർ ആക്സിഡന്റിലുണ്ടായ മുറിവുകൾ ഇപ്പോഴും അവന്റെ ശരീരത്തുണ്ട്. ഇനി റേസ് ചെയ്താൽ അത് അവന്റെ ജീവന് ഭീഷണിയാവുമെന്നറിഞ്ഞ് റൂബൻ അവനോട് ടീം വിട്ടു പോകാൻ ആവശ്യപ്പെടുന്നു. എന്നാൽ അതൊന്നും കുഴപ്പമില്ലെന്ന് സണ്ണി പറയുന്നുണ്ട്. റൂബൻ സമ്മതിക്കുന്നില്ല. സണ്ണിയെ കാണാൻ വന്ന ജോഷു ഇതൊക്കെ കേൾക്കുന്നുണ്ട്. അവൻ സണ്ണിയെ കാണാതെ തിരികെ പോകുന്നു. അന്ന് ജോഷു ആക്സിഡന്റ് ആയ മാച്ച് വീണ്ടും പ്രാക്ടീസ് ചെയ്ത് നോക്കുന്നുണ്ട്. സണ്ണിയുടെ ഓർഡർ അനുസരിച്ച് ചെയ്യുമ്പോൾ അത് ഫിനിഷ് ചെയ്യാൻ അവന് പറ്റുന്നുണ്ട്. ഈ സമയം ജോഷുവയ്ക്ക് ചെറിയ കുറ്റബോധമൊക്കെ തോന്നുന്നുണ്ട്. പിന്നീട് സണ്ണി തിരികെ പോകാൻ തുടങ്ങുമ്പോൾ ബോർഡ് മെമ്പേഴ്സിൽ ഒരാൾ വന്ന് സണ്ണിയോട് സംസാരിക്കുന്നുണ്ട്. ഏപെക്സ് GP വിൽക്കുമ്പോൾ അതിന്റെ ഓണർഷിപ്പ് എടുക്കാൻ പുള്ളിക്ക് താല്പര്യമുണ്ടെന്നും സണ്ണി അതിൽ ഹെഡ് ഓഫ് സ്ട്രാറ്റജി ആയിട്ട് നിൽക്കണമെന്നൊക്കെ അദ്ദേഹം പറയുന്നു. അപ്പോൾ റൂബൻ എന്ത് ചെയ്യുമെന്ന് സണ്ണി അയാളോട് ചോദിക്കുന്നുണ്ട്. റൂബൻ പുറത്താകും, വേണമെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ ടൈറ്റിൽ കൊടുക്കാം എന്നൊക്കെ പറഞ്ഞ് അയാളുടെ ബിസിനസ് കാർഡ് കൊടുത്തിട്ട് അവിടുന്ന് പോകുന്നുണ്ട്. ലാസ്റ്റ് റേസ് നടക്കാൻ പോവുകയാണ്. ടീമിലെല്ലാവരും മൂഡ് ഓഫ് ആണ്. ആ ടൈമിൽ ജോഷുവ സണ്ണി ചെയ്യാറുള്ളത് പോലെ ടീമിലെ എല്ലാവരുമായിട്ട് ജോഗിങ്ങിന് പോകുന്നുണ്ട്. ഇതിനിടയ്ക്ക് റൂബൻ അങ്ങോട്ട് വരുന്നുണ്ട്. റൂബനും ആകെ സങ്കടത്തിലാണ്. അപ്പോഴാണ് സണ്ണി അങ്ങോട്ടേക്ക് വരുന്നത് അവർ കാണുന്നത്. എല്ലാവരും ഹാപ്പി ആവുന്നുണ്ട്. സണ്ണി ലീഗൽ ഡോക്യുമെന്റ്സ് ഒക്കെ കൊണ്ടുവന്ന് ഈ റേസിൽ എന്ത് സംഭവിച്ചാലും എൻ്റെ മാത്രം ഉത്തരവാദിത്തമാണ് എന്നൊക്കെ പറഞ്ഞ് റൂബനെ കൺവിൻസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് സണ്ണി റേസിങ്ങിനായിട്ട് ഒരുങ്ങുന്നു. അങ്ങനെ ഒരു ഫോർമുല 1 നിന്ന് അപ്രത്യക്ഷനായ സണ്ണി ഹേസ് അതേ ഫോർമുല 1 തന്നെ വിജയിക്കുന്നു.